ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് നമ്മളൊരു ഫിഷിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്ന് നമ്മുടെ സ്വന്തം കുളത്തിൽ നിന്ന് തന്നെയാണ് മീൻ പിടിക്കാൻ പോണത്. അപ്പോൾ നമ്മൾ അതിനെ പിടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കെണിയാണ് നമ്മളെ ഈ പാറ്റ. ഞാൻ ഇവിടെ എല്ലാം കൊരുത്തൊക്കെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുളത്തിലോട്ട് പോവാം. നമ്മളിപ്പോൾ കുറേ പ്രാവശ്യം കൊണ്ട് ചൂണ്ട ഇട്ടുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഈ കുളത്തിൽ നിന്നൊന്നും കിട്ടുമെന്നൊന്നും തോന്നണില്ല. പിന്നെ നമ്മളിങ്ങനെ പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മളെ വീടും ഈ കുളവും കൂടെ അടുത്തടുത്തിരിക്കുന്നതുകൊണ്ട് നമ്മളെ സംസാരം എല്ലാം കേട്ട് കേട്ട് ഈ മീനെല്ലാം പഠിച്ച്. പിന്നെ ഇതിൻ്റെ അകത്ത് ആസാം വാളയാണ് കൂടുതലും ഉള്ളത്. വേറെ പിന്നെ വ്യാലുണ്ട്, പിന്നെ വേറൊരു മീനും കൂടെ ഉണ്ട്, വരാലുണ്ട്. ഏത് മീന് കിട്ടും? ഒന്നും കിട്ടൂലെന്നാണ് ഇന്നത്തെ ഒരു പ്രതീക്ഷ. ഞാനാണെങ്കിൽ ചൂണ്ടയും കൊണ്ട് മീൻ ഇടാൻ വേണ്ടിയിട്ട് വരുമ്പോഴത്തേക്ക് തന്നെ ആമി ശിവനും കൂടെ എൻ്റെ പുറകെ വരും. ഇവിടെ വന്ന് നിന്ന് അലയ്ക്കുമ്പോഴത്തേക്ക് എല്ലാ മീനും ഓടിപ്പോവും. പിന്നെ ഞാൻ ഇന്നാളൊക്കെ എനിക്ക് അറിഞ്ഞുകൂടാതെ 2-3 ചൂണ്ടയൊക്കെ ഇട്ടായിരുന്നു. അപ്പോഴത്തേക്കും ഈ മീനാണെങ്കിൽ ചൂണ്ടയും പൊട്ടിച്ചോണ്ട് പോയി. അതിന് ശേഷമാണെങ്കിൽ പിന്നെ ഒന്നും ഈ ചൂണ്ടയിൽ കയറയില്ല. എന്നെ കാട്ടിലും കള്ളം പഠിച്ച മീനുകൾ. ഇന്നലെ ഇട്ട് നോക്കി, ഇന്നലെ ഒരു തവളെ പിടിച്ചിട്ട് നോക്കി. ആസാം വാളയ്ക്ക് തവളയാണ് ഇഷ്ടം. തവള, വണ്ട്, അതാണ് ഇന്നൊരു പാറ്റയെ പിടിച്ചിട്ട. കിട്ടുമെന്നു അച്ഛൻ കുറച്ചു നേരമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോഴത്തേക്ക് അച്ഛൻ ആരോ ഓട്ടം വിളിച്ചു. അങ്ങനെ അച്ഛൻ പോയി. ഇനി നമുക്ക് 1.5 മണിക്കൂർ ഇവിടെ ഇരുന്നിട്ട് കയറി പോവാം. കിട്ടാനൊന്നുമില്ല. അപ്പുറത്തെ കുളത്തിലാണെങ്കിൽ ഇപ്പൊ ചൂണ്ട ഇട്ടാ ഇപ്പൊ പിടിച്ചിടാ അങ്ങനെ പിടിച്ചിടായിരുന്നു. ഇതാണെങ്കിൽ എത്ര 1/2 മണിക്കൂർ ഇരുന്നാലും ഒരു മീനും കിട്ടൂല. അപ്പുറത്താണെങ്കിൽ എപ്പോഴേ പിടിച്ചിട്ടിട്ട് കയറി പോവായിരുന്നു. പക്ഷെ ഇതിൻ്റെ അകത്ത് നല്ല ആസാം വാളയുണ്ട്, ബ്രാലുണ്ട്, വരാലുണ്ട്. പക്ഷെ ഒന്നും കിട്ടൂലെന്നേ ഉള്ളു. കയറി മന്ദിരം കുടുങ്ങിയമ്മ. ഞാൻ ഇവിടെ എത്ര നേരം കൊണ്ട് ചൂണ്ടയിട്ടോണ്ട് നടക്കണം. അങ്ങോട്ട് നോക്ക്, ഒരു വലിയ മീൻ നോക്ക്. വരാലത് വരാല് ഇതാ പോണണ്ട. നമ്മളെ ചൂണ്ടയിലൊന്നും കയറൂല. ഇതോ അടിച്ചവിടെ പോയിക്കോ. ഒരു ദിവസം എല്ലാത്തിനെയും കൂടെ പോയിക്കൊണ്ടിരുന്നു. ഒരു 2 ആഴ്ചയും കൂടെ കഴിഞ്ഞിട്ട് അച്ഛൻ ഈ കുളം ഇറക്കും ഗായ്സ്. അപ്പോഴത്തേക്ക് നമുക്ക് മീനിന്റെ ചാകര ആയിരിക്കും. ചാകര അച്ഛനും ഇപ്പൊ ക്ഷമയില്ല മീൻ ഇത് ഇട്ട്. അപ്പൊ അച്ഛൻ പറഞ്ഞ് അടുത്ത ആഴ്ച ഇത് കുറച്ചുകൂടെ വെള്ളം വറ്റുമ്പോ ഇത് അറച്ചിട്ട് അതിൻ്റെ അകത്തുള്ള മീനിനെല്ലാം എടുത്തിട്ട് പുതിയ ഊറ്റുവെള്ളം വന്നിട്ട് അതിൻ്റെ അകത്താണെങ്കിൽ നമുക്ക് പുതിയ മീൻ കുഞ്ഞുങ്ങളെ ഇടാന്നൊക്കെയാണ് പറയണം. മീന് കുടിക്കുന്നുണ്ട്. അപ്പൊ ഗായ്സ് ഇന്നത്തെ ദിവസം പരാജയമായിരുന്നു ഗായ്സ്. ഇന്ന് ആകെ 2 എണ്ണേ കിട്ടിയോളൂ. നമ്മൾ അപ്പുറത്തെ കുളത്തിലാണെങ്കിലും വേറെ എവിടെയെങ്കിലും ആണെങ്കിലും ചറ മീനിനെയൊക്കെ പിടിച്ചിടാം. പക്ഷെ ഇന്ന് അച്ഛന് ജോലിയുണ്ട്. അതുകൊണ്ട് നമ്മളെ കുളത്തിൽ തന്നെ ഇടേണ്ടി വന്ന്. അപ്പോഴത്തേക്ക് എന്തായാലും 2 മീൻ കിട്ടി. ഇത് വെച്ച് നമുക്ക് ഇന്നത്തേക്ക് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. ഇനി നമ്മൾ ഇത് മീൻ ഇറക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ആദ്യം നമുക്ക് ചെതമ്പലെടുക്കാം ഗായ്സ്. ഇതിൻ്റെ തുണി കഴുകണ കല്ലാണ്. പിന്നെ എനിക്ക് ഇവിടെ ഇരുന്ന് അറക്കാനാണ് ഒരു യഥ ഉള്ളത്. പക്ഷെ ഇരുന്ന് അറുത്ത് കഴിഞ്ഞാൽ എൻ്റെ കൈയൊക്കെ മുറിയും. ചിലവർ കമൻറ്റ് ഇട്ടിരിക്കുന്ന എൻ്റെ തുണി കഴുകണ കല്ലെന്നൊക്കെ. പക്ഷെ ഞാൻ അതൊന്നും മൈൻഡ് ചെയ്തില്ല. എനിക്കിതാണ് എളുപ്പം, പെട്ടെന്ന് ചെയ്യാൻ. ഇത് ഇത്തിരി അറുത്തെടുക്കാൻ വേണ്ടി ഇത്തിരി പാടുള്ളൊരു മീനാണ്. പക്ഷെ ഞാൻ ഇത് കുഞ്ഞിലെ വിട്ട് അറുത്ത് എനിക്കിപ്പം ശീലമായി. അതുകൊണ്ട് ഞാൻ ഇപ്പോൾ പെട്ടെന്നെല്ലാം ചെയ്തെടുക്കും. എൻ്റെ പാചകത്തിൻ്റെ വീഡിയോ എല്ലാവരും സപ്പോർട്ട് ചെയ്യണതിന് ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ.
ഈ കൊറോണ സമയത്ത് കിട്ടിയ ഇതാണ് എനിക്ക് ഈ ഫിഷിങ്ങും കുക്കിങ്ങും ഒക്കെ. അമ്മ ശിവനെ ഗർഭിണിയായിരുന്നപ്പോഴത്തേക്കും അവിടെ പാചകം ചെയ്യാനും ചേച്ചിയാണെങ്കിൽ 10ാം ക്ലാസ്സിലായിരുന്നു. അതുകൊണ്ട് പരീക്ഷയൊക്കെ ആയതുകൊണ്ട് ചേച്ചി അടുക്കള കയറ്റിയില്ല. അതുകൊണ്ട് എനിക്കിപ്പോൾ കുറച്ച് ഉപയോഗമൊക്കെ ഉണ്ട്. ആ കൊറോണ സമയത്തായിരുന്നു അമ്മ ശിവനെ ഗർഭിണിയായിരുന്നത്. അതുമല്ല, ആ സമയത്ത് തന്നെ ചേച്ചി 10ാം ക്ലാസ്സിലുമായിരുന്നു. അതുകൊണ്ട് ഇവിടെ വന്ന് നീ ചുമയ്ക്ക്. അവിടെ പോയി ചുമടാ, എനിക്കും കൂടെ തരാതാ. ഇവിടെ വന്നിട്ടുണ്ടവൻ. നമ്മളെവിടെയാണ് നിർത്തിയത്? ചേച്ചി 10ാം ക്ലാസ്സിലല്ലേ. അങ്ങനെയാണ് പിന്നീട് ഞാൻ ഈ കുക്കിംഗ് ചെയ്ത് വീട്ടിലൊരു കുക്കിംഗ് താരമായി മാറി. അപ്പൊ ശരി ഗായ്സ്, ഞാൻ ഇനി അലച്ചോണ്ടെന്ന് ഇവിടെ അലച്ചോണ്ട് നിൽക്കും. ഞാൻ ഇല്ലെങ്കിൽ സ്പീഡിന് വൃത്തിയാക്കൂല. ഞാൻ നീ വൃത്തിയാക്കിയിട്ട് ബാക്കി കാര്യങ്ങൾ അറിയാം. ഈ മീൻ എന്തൊരു ചെയ്യണമെന്ന് ഞാൻ ഇതുവരെ തീരുമാനിച്ചിട്ടില്ല. അതുകൊണ്ട് ഞാൻ തലയും വാലും വെട്ടണില്ല. ഈ മീന് ചുട്ട് തിന്നണോ, പൊരിച്ച് തിന്നണോ, കറി വെച്ച് തിന്നണോ? എങ്ങനെ തിന്നാ ശിവ? പൊരിച്ചാ? എപ്പോഴും അങ്ങനെയല്ലേ തിന്നണം. ഇനി നമുക്ക് നല്ല കുട്ടിയാണ് കൊടുത്തത്. നീ അപ്പൊ നല്ല കുട്ടിയായത്? ഞാൻ വിട്ടു തുടങ്ങുന്നുണ്ട്. അതൊന്ന് കാക്കാൻ വേണ്ടിട്ട് ഞാൻ ഈ മീനുകൾ എവിടെ നിന്ന് കിട്ടിയാ? മീന് നമ്മളെ കുളത്തിന്ന്. എങ്ങനാ? നീ കണ്ടില്ലേ ഞാൻ രാവിലെ ചൂണ്ടയിട്ട്? ചൂണ്ടയിച്ച് അച്ഛൻ പോയാ? അച്ഛൻ പോയി, അച്ഛൻ ജോലിക്ക് പോയി. ഇവിടെ ചൂണ്ടയിട്ടിട്ടാ. നീ പിടിക്കാൻ പോയടി? നീ പിടിക്കാൻ? അച്ഛൻ മീൻ പിടിക്കാൻ പോയി. ആരും പറഞ്ഞു? ഞാൻ വാലിറക്കണില്ലെന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് ഇപ്പൊ വീണ്ടും അങ്ങ് ഇറക്കിയാണേ. ഇനി നമുക്കതിന്റെ വയറൊന്ന് പോസ്റ്റ്മോർട്ടം ചെയ്യാം. നമുക്ക് തലയും കൂടെ ഇറക്കാം. കഴിഞ്ഞ് നമ്മളൊരു അടുത്ത മീന്. ഇതൊരു കുഞ്ഞു മീനാണ്. ഇത് വൃത്തിയാക്കാൻ എളുപ്പമാണ്. ഇത് വൃത്തിയാക്കാൻ ആ മീനിനെക്കാട്ടിലും എളുപ്പമാണ്. ഈ മീന് വൃത്തിയാക്കി കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ ഈ മീന് വൃത്തിയാക്കാൻ. മീനെല്ലാം വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് എന്തൊരു ചെയ്യണമെന്ന് ഇനി അത് ആലോചിക്കാൻ കുറച്ച്. എല്ലാം നല്ല കഴുകി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് വരിഞ്ഞു കൊടുക്കാം. ഇനി നമുക്ക് നമ്മളെ മീനിലോട്ട് നന്നായിട്ട് മസാല പുരട്ടി പൊരിച്ചെടുക്കാം. ചട്ടി ചൂടായിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലോട്ട് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇവിടെ നല്ല ഗുളുകുള തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് നമ്മളെ വരാലി കുട്ടപ്പൻ ഇട്ട് കൊടുക്കാം.
നല്ല അടിപൊളി മരിച്ചിനിയാണ് ഗായ്സ്. അടുത്ത് നമ്മുടെ മെയിൻ ഐറ്റം എന്താ വന്നു കഴിഞ്ഞു. പിന്നെ ഗായ്സ് നോക്കട്ടെ. അടിപൊളി കടൽ മീനൊന്നും ഒന്നുമല്ല എന്റെ മുന്നിൽ. അടിപൊളി സൂപ്പർ ടേസ്റ്റ്. എങ്ങനെയുണ്ട്? നീ മീൻ തിന്നില്ലേ? എങ്ങനെയുണ്ട്? സൂപ്പർ. അപ്പൊ ഇതാണ് ഇന്നത്തെ എന്റെ വീഡിയോ. പക്ഷെ വിചാരിച്ചത്ര ശരിയായെന്നൊന്നും ഇല്ല, എന്നാലും ഏകദേശം ഒക്കെ ശരിയായിട്ടുണ്ട്. അപ്പം എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഒപ്പം സബ്സ്ക്രൈബ് ചെയ്യുക. ടാറ്റാ.